ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ നാളെ 2025 ഏപ്രിൽ 8-ന് ഇന്ത്യ സന്ദർശനം ആരംഭിക്കുമെന്ന് ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ദുബായിയുടെ രാജകുമാരൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തും. ഏതായാലും ദുബായ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനത്തെ ഉറ്റുനോക്കുകയാണ് UAE ഇന്ത്യൻ പ്രവാസികളും. നിരവധി ജോബ് അപ്ഡേറ്റ് വീഡിയോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ മറവിൽ സ്കാമർമാരും വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി വലിയ രീതിയിലുള്ള ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് ഇത്തരം തൊഴിൽ തട്ടിപ്പുകൾ നടത്തുന്നതായിട്ടാണ് UAE ആഭ്യന്തര മന്ത്രാലയം ഡിജിറ്റൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വഴി ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. തൊഴിൽ പരിശീലനം നൽകൽ, കരാർ സർട്ടിഫിക്കേഷൻ, റിക്രൂട്ട്മെന്റ് വഴി ഫീസ് ചോദിക്കുക, അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വഴിയാണ് ഇത്തരം ആളുകൾ പ്രധാനമായിട്ടും തട്ടിപ്പുകൾ നടത്തുന്നത്. ഈ ഒരു കാര്യത്തിലൂടെ UAE തൊഴിൽ അന്വേഷകർ വഞ്ചിതരാവരുത് എന്നാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലിൽ പറയുന്നത്. ദുബായ് GDRFയുടെ പുതിയ സേവന കേന്ദ്രം ദുബായ് മാക്സ് മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിച്ചിരിക്കുകയാണ്. നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ദുബായ് അൽജാഫ്ലിയയിലെ ഹാപ്പിനെസ് സെന്റർ, GDRFയുടെ ഹാപ്പിനെസ് സെന്റർ അടച്ചിട്ടിരുന്നു. പകരം മാക്സിൽ പുതിയ സേവന കേന്ദ്രം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ ഒരു GDRF സേവന കേന്ദ്രവുമായി ബന്ധപ്പെടാനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് 800511 എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ യുദ്ധത്തിന് പിന്നാലെ ആഗോള സാമ്പത്തിക ലോകം ഒരു സാമ്പത്തിക മാന്ദ്യ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ന് ഇന്ത്യയിലെയും മറ്റ് പ്രമുഖ രാജ്യങ്ങളിലെയും ഒക്കെ ഓഹരി വിപണിയിൽ കനത്ത നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ച് ഇന്ന് 10 സെക്കൻഡിനകം തന്നെ 20 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ ഓഹരി വിറ്റൊഴിയുന്ന ഒരു കാഴ്ചയ്ക്കാണ് വിപണി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഈ ഓഹരി വിപണിയിലെ തകർച്ചയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ച കാര്യം ഇങ്ങനെയാണ്. അവസാനമായി അദ്ദേഹം പറഞ്ഞത്, ചില രോഗങ്ങൾ മാറാൻ മരുന്ന് കഴിക്കേണ്ടി വരും, ആ മരുന്ന് കഴിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കുറച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറും എന്നുള്ള ഒരു കാര്യവുമാണ്. 2025 ഏപ്രിൽ 7 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. Night updates supported by Tasi Gold and Diamonds, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,